ഗുഡ് മോർണിംഗ് ഡിയർ സ്റ്റുഡൻസ്. അപ്പോൾ നമ്മൾ മാപ്പ് പ്രൊജക്ഷനാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ മാപ്പ് പ്രൊജക്ഷൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകണമെങ്കിൽ നമ്മളൊരു ടോപ്പിക്ക് കൂടെ പഠിക്കണമെന്ന് ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ദ ടോപ്പിക് ഈസ് കോർഡിനേറ്റ് സിസ്റ്റംസ്. അപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റംസ് നിങ്ങൾ മാത്സിലൊക്കെ പഠിച്ചിട്ടുണ്ട്. എന്തിനാണ് നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്? നമുക്കറിയാവുന്ന ഫെമിലിയർ ആയിട്ടുള്ളൊരു കോർഡിനേറ്റ് സിസ്റ്റമാണ് XY കോർഡിനേറ്റ് സിസ്റ്റം അല്ലേ. അപ്പോൾ അതെന്തിനാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? ടു ലൊക്കേറ്റ് പോയിൻറ്റ്സ് ഓർ ടു ലൊക്കേറ്റ് ദ പൊസിഷൻ ഓഫ് ഒബ്ജക്ട്സ് ഇൻ 2D പ്ലെയിൻ അല്ലേ. അല്ലെങ്കിൽ നമുക്ക് XYZ എന്ന് പറയുന്ന 3D സ്പേസിൽ പോയിൻറ്റ്സിനെ ലൊക്കേറ്റ് ചെയ്യാനും നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യും. അപ്പോൾ കോർഡിനേറ്റ് സിസ്റ്റംസ് ആർ സിസ്റ്റംസ് യൂസ്ഡ് ടു ലൊക്കേറ്റ് പൊസിഷൻ ഓഫ് പോയിൻറ്റ്സ്. അപ്പോൾ GISൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് കോർഡിനേറ്റ് സിസ്റ്റംസ് ഉണ്ട്: ജിയോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റംസ് ആൻഡ് പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റംസ്. അപ്പോൾ ജിയോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അത് 2D ഉണ്ട്, 3D ഉണ്ട്, ആൻഡ് ജിയോസെൻട്രിക് കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് നോക്കാം. ആദ്യം നമുക്ക് ജിയോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം എന്താണെന്ന് നോക്കാം. ജിയോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഏതൊരു കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിലും നമുക്കൊരു റെഫറൻസ് വേണം അല്ലേ. XY കോർഡിനേറ്റ് സിസ്റ്റത്തിലാണെങ്കിൽ നമ്മൾ എന്താണ് റെഫറൻസ് ആയിട്ട് എടുക്കാറ്? സാധാരണ x=0 എന്ന് പറയുന്ന നമ്മുടെ ആക്സിസ് ഉണ്ടാവും, ആൻഡ് y=0 എന്ന് പറയുന്ന വേറൊരു ആക്സിസ് ഉണ്ടാവും. ഈ രണ്ട് ആക്സിസിനെയും ബേസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ പൊസിഷൻ പറയാം. അതേപോലെ ഈ ജിയോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓർ കോർഡിനേറ്റ് സിസ്റ്റം ഇൻ വിച്ച് ദ ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ജിറ്റ്യൂഡ് ഓഫ് എർത്ത് ആർ ടേക്കൺ ആസ് റെഫറൻസസ്. അങ്ങനെ പറയാൻ പറ്റില്ല. അതായത് ഒരു പർട്ടിക്കുലർ ലാറ്റിറ്റ്യൂഡും പർട്ടിക്കുലർ ലോങ്ജിറ്റ്യൂഡും ആണ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കുക. എന്നാലും അങ്ങനെ എർത്തിൻ്റെ സർഫസിൽ നമ്മൾ ലാറ്റിറ്റ്യൂഡ്സിൻ്റെയും ലോങ്ജിറ്റ്യൂഡിൻ്റെയും ബേസിസിൽ പൊസിഷൻ ഫിക്സ് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിനാണ് നമ്മൾ ജിയോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയാം. ഇറ്റ്സ് എ ഗ്ലോബൽ കോർഡിനേറ്റ് സിസ്റ്റം. ദാറ്റ് അതെന്താ അങ്ങനെ പറയുന്നതെന്ന് വെച്ചാൽ, നമുക്ക് ഗ്ലോബൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ലോകത്ത് എവിടെയാണെങ്കിലും നമുക്ക് ഈ ഒരു പർട്ടിക്കുലർ സിസ്റ്റത്തിൽ നമുക്ക് ഏതൊരു പോയിൻറ്റിൻ്റെ പൊസിഷൻ നമ്മളൊരു പർട്ടിക്കുലർ പോയിൻറ്റിൻ്റെ ഒരു പർട്ടിക്കുലർ റെഫറൻസിൻ്റെ ബേസിലാണ് പറയുന്നത്. ഓക്കെ, പിന്നെ ഇത് നമ്മൾ എന്തിനാണ് യൂസ് ചെയ്യുന്നത്? എർത്തിൻ്റെ സർഫസിലുള്ള ഒരു ഫീച്ചറിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജിയോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യുന്നത്. എർത്ത് സർഫസ് ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ്? അപ്പോൾ നമ്മുടെ പൊസിഷൻ, നമ്മൾ എർത്തിൻ്റെ സർഫസിൽ ഉള്ള ആൾക്കാരാണ് അല്ലേ. അപ്പോൾ നമ്മുടെ പൊസിഷൻ ഈസ് എ ജിയോഗ്രഫിക് പൊസിഷൻ. അത് കണ്ടുപിടിക്കാൻ നമുക്ക് അതിനെ റെപ്രസെൻ്റ് ചെയ്യാൻ നമുക്ക് ജിയോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം യൂസ് ചെയ്യാം. വേറെ ഒരു റിവറിൻ്റെ പൊസിഷൻ അല്ലെങ്കിൽ ഒരു ട്രീയുടെ പൊസിഷൻ, അങ്ങനെ എർത്തിൻ്റെ സർഫസിലുള്ള ഏതൊരു ഫീച്ചറിൻ്റെയും പൊസിഷൻ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ് ജിയോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം. അപ്പോൾ ഈ ഒരു കാര്യം നമ്മൾ മുന്നേ ഒരു മൊഡ്യൂളിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ, GPS മൊഡ്യൂളിൽ. ആ മൊഡ്യൂളിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, നമ്മൾ സർഫസ് ഫീച്ചേഴ്സിൻ്റെ പൊസിഷൻ കണ്ടുപിടിക്കാൻ വേണ്ടിയാണ് GPS യൂസ് ചെയ്യുന്നത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ നമ്മളൊരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? എർത്തിൻ്റെ സർഫസിലുള്ള ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? അതിനെ നമ്മൾ ലോങ്ജിറ്റ്യൂഡ് ആൻഡ് ലാറ്റിറ്റ്യൂഡ് എന്നായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത് അല്ലേ. ഒരു പർട്ടിക്കുലർ സർഫസ്, എർത്തിൻ്റെ സർഫസിലുള്ള ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ നമ്മളെപ്പോഴും x,y എന്നല്ല പറയുക, ലോങ്ജിറ്റ്യൂഡായിട്ടും ലാറ്റിറ്റ്യൂഡായിട്ടുമാണ് പറയുകയെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ജിയോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിലും ഏതൊരു ഒബ്ജക്റ്റിൻ്റെയും പൊസിഷൻ പറയുക നമ്മൾ ലോങ്ജിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും ആയിട്ടാണ്. ഓക്കെ, അപ്പോൾ എന്താണ് ഈ ലോങ്ജിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും? ഈ ഫിഗർ നോക്കാം. നിങ്ങൾ ഗ്ലോബിൻ്റെ ഒക്കെ പുറത്ത് ഇങ്ങനെ ഒരു ഗ്രിഡ്സ് കണ്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ അതിൽ ഈ ഫസ്റ്റ് ഫിഗറിൽ കാണുന്നത് പോലെ ഹൊറിസോണ്ടൽ സർക്കിൾസും ഉണ്ടാവും, സെക്കൻഡ് ഫിഗറിൽ കാണുന്നത് പോലെ വേർട്ടിക്കൽ സർക്കിൾസും ഉണ്ടാവും. ഈ ഹൊറിസോണ്ടൽ സർക്കിൾസിനാണ് നമ്മൾ ലാറ്റിറ്റ്യൂഡ്സ് ഓർ പാരലൽസ് എന്ന് പറയുന്നത്. ലാറ്റിറ്റ്യൂഡ്സ് ഓർ പാരലൽസ്, ദേ റൺ ഫ്രം ഈസ്റ്റ് ടു വെസ്റ്റ്, പാരലൽസ് ഓർ ലാറ്റിറ്റ്യൂഡ്. ആൻഡ് ഈ സെക്കൻഡ് ഫിഗറിൽ കാണുന്നത് പോലെ വെർട്ടിക്കൽ സർക്കിൾസും ഉണ്ടാവും. ഈ വെർട്ടിക്കൽ സർക്കിൾസിനെ നമ്മൾ പറയുന്ന പേരാണ് മെറിഡിയൻസ് ഓർ ലോങ്ജിറ്റ്യൂഡ്സ്. മെറിഡിയൻസ് ഓർ ലോങ്ജിറ്റ്യൂഡ്സ്. അപ്പോൾ ഈ രണ്ട് ലാറ്റിറ്റ്യൂഡ്സും ലോങ്ജിറ്റ്യൂഡ്സും അല്ലെങ്കിൽ പാരലൽസും മെറിഡിയൻസും കൂടെ ഇൻ്റർസെക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഗ്ലോബിലൊക്കെ കാണുന്ന പോലെയുള്ള ഗ്രിഡ്സ് ഫോം ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ജിയോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു പർട്ടിക്കുലർ ഫീച്ചറിൻ്റെ, ഒരു ഒബ്ജക്റ്റിൻ്റെ പൊസിഷൻ പറയാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ലാറ്റിറ്റ്യൂഡ്സും ലോങ്ജിറ്റ്യൂഡ്സും ആണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഇവിടെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ ഫസ്റ്റ് ഫിഗർ നോക്കുക. ആ പാരലൽസിൻ്റെ കൂട്ടത്തിൽ കുറേ പാരലൽസ് ഉണ്ട് അല്ലേ, കോൺസെൻട്രിക് സർക്കിൾസ് ആയിട്ട് കുറേ പാരലൽസ് ഉണ്ട്. ആ പാരലൽസിൽ ഒന്ന് ബോൾഡാക്കി കൊടുത്ത് നിങ്ങൾ കാണുന്നുണ്ട്. അതിൻ്റെ പേരെന്താണ്? ഇക്വേറ്റർ, ഭൂമധ്യരേഖ എന്ന് പറയും നമ്മൾ. ഇക്വേറ്റർ.
ഈ ലാറ്റിറ്റ്യൂഡ്സും പാരലൽസും ഒക്കെ നിങ്ങൾ മലയാളത്തിലും പഠിച്ചിട്ടുണ്ട്, സോഷ്യൽ സയൻസിൽ അക്ഷാംശം രേഖാംശം എന്നൊക്കെ പറഞ്ഞിട്ടില്ലേ. അതിനെ തന്നെയാണ് നമ്മൾ ഈ പാരലൽസ് ആൻഡ് മെറിഡിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ലാറ്റിറ്റ്യൂഡ്സ് ഓർ പാരലൽസ് പറയുമ്പോൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ലൈന് ബോൾഡാക്കി കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ പേര് ഇക്വേറ്റർ എന്നാണ് ഇവിടെ കൊടുത്തേക്കുന്നത് ഇല്ലേ. അതായത് ഈ പാരലൽസും മെറിഡിയൻസും ഒക്കെ നമ്മൾ ഡിഗ്രീസിലാണ് പറയുക. ആൻഡ് അതിൻ്റെ വാല്യൂ 0 to 90 ഡിഗ്രി മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ 0 ഡിഗ്രി ആംഗിളുള്ള പാരലൽസിനാണ് നമ്മൾ പാരലലിനെയാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയുന്നത്. ലാറ്റിറ്റ്യൂഡ് ഓഫ് 0 ഡിഗ്രി, അതിനാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയുന്നത്. അതേപോലെ ലോങ്ജിറ്റ്യൂഡിനുണ്ടാവുമല്ലോ അതേപോലെ 0 ഡിഗ്രി വരുന്ന ഒരു ലൈൻ, അതാണ് രണ്ടാമത്തെ ഫിഗറിൽ ബോൾഡാക്കി കാണിച്ചിരിക്കുന്നത് പ്രൈം മെറിഡിയൻ. അപ്പോൾ ഈ ഇക്വേറ്ററിനെയും പ്രൈം മെറിഡിയനെയാണ് നമ്മൾ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ എന്താക്കിയെടുക്കുന്നത്, നമ്മൾ റെഫറൻസ് ആക്കി എടുക്കുന്നത്. ഓക്കെ, നമ്മൾ എക്സ് ആക്സിസിന് പകരം ഈ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇക്വേറ്റർ എടുക്കും, വൈ ആക്സിസിന് പകരം പ്രൈം മെറിഡിയൻ എടുക്കും. ഇക്വേറ്റർ ഇവിടെ പാരലൽസ് എന്ന് പറഞ്ഞാൽ ഈ പോൾസിൽ അതിൻ്റെ വാല്യൂ 90 ഡിഗ്രി ആയിരിക്കും. പിന്നെ കുറഞ്ഞ് അത് ഇക്വേറ്ററിലെത്തുമ്പോൾ 0 ഡിഗ്രി ആയിരിക്കും. പിന്നെ അവിടുന്ന് സൗത്തിലേക്ക് പോകുമ്പോൾ ഇക്വേറ്ററിൽ 0, ദെൻ അവിടുന്ന് ട്രാവൽ ചെയ്ത് സൗത്ത് പോളിലേക്ക് എത്തുമ്പോഴത്തേക്ക് അതിൻ്റെ വാല്യൂ 90 ഡിഗ്രി ആയിരിക്കും. അപ്പോൾ ഈ 0 ഡിഗ്രിയുള്ള പാരലൽ, അതിനാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയുന്നത്. 0 ഡിഗ്രിയുള്ള പാരലൽ ഓർ 0 ഡിഗ്രിയുള്ള ലാറ്റിറ്റ്യൂഡ്, അതിനാണ് നമ്മൾ ഇക്വേറ്റർ എന്ന് പറയുന്നത്. അതേപോലെ ഈ രണ്ടാമത്തെ ഫിഗർ എടുത്ത് നോക്കിയാൽ മെറിഡിയൻ ഇങ്ങനെ മൂവ് ചെയ്ത് 180 ഡിഗ്രി ഈസ്റ്റിലേക്കും 180 ഡിഗ്രി വെസ്റ്റിലേക്കും പോകും. അപ്പോൾ ഈ സെൻറ്ററിൽ 0 to 180 ഡിഗ്രി ഈസ്റ്റിലേക്കും 0 to 180 ഡിഗ്രി വെസ്റ്റിലേക്കും പോകും. അപ്പോൾ സെൻറ്ററിലുള്ള ആ 0 ലോങ്ജിറ്റ്യൂഡ് കാണിക്കുന്ന ലൈനാണ് പ്രൈം മെറിഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെയും ഇൻ്റർസെക്ഷനാണ് നമ്മൾ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിലുള്ള റെഫറൻസ് ലൈൻ എന്ന് പറയുന്നത്, റെഫറൻസ് ആക്സസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഫിഗർ നോക്കി നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും. അതായത് ഇതാണ് നമ്മുടെ എർത്തിൻ്റെ സെൻറ്റർ. ഇങ്ങനെ പോകുന്ന ലൈൻസാണ് ലാറ്റിറ്റ്യൂഡ്സ്, ഇങ്ങനെ പോകുന്ന ലൈൻസാണ് ലോങ്ജിറ്റ്യൂഡ്സ്. ഓക്കെ, അപ്പോൾ ഈ ലാറ്റിറ്റ്യൂഡ്സ് എന്ന് പറഞ്ഞാൽ ഇക്വേറ്ററിന് 0 ഡിഗ്രി ആയിരിക്കും. ദെൻ അടുത്തതൊരു 10 ഡിഗ്രി 20 ഡിഗ്രി, ഇങ്ങനെ ഈ പോളിലെത്തുമ്പോഴത്തേക്ക് 90 ഡിഗ്രി. അതേപോലെ നോർത്തിലേക്കും 10 ഡിഗ്രി 20 ഡിഗ്രി അങ്ങനെ 90 ഡിഗ്രി വരെ. ഇനി പാരലൽസ് ഓർ ലോങ്ജിറ്റ്യൂഡ് ഓർ മെറിഡിയൻസ് എടുക്കുകയാണെങ്കിൽ ഒരു പ്രൈം മെറിഡിയൻ ഉണ്ടാവും. ആ പ്രൈം മെറിഡിയൻ 0 ഡിഗ്രി ആയിരിക്കും. പ്രൈം മെറിഡിയൻ 0 ഡിഗ്രി, പിന്നെ ഒരു 10 ഡിഗ്രി 20 ഡിഗ്രി അങ്ങനെ 180 ഡിഗ്രി വരെ വെസ്റ്റിലേക്കും പോവും. അതുപോലെ 180 ഡിഗ്രി വരെ ഈസ്റ്റിലേക്കും പോവും. അപ്പോൾ ഈ ഒരു ഫിഗറിൽ ഞാൻ വേറൊരു ഫിഗർ എടുക്കാൻ വരച്ചിട്ട് നമുക്ക് മനസ്സിലാവില്ല. അപ്പോൾ ഇതിൽ നമ്മൾ ഒരു 0 ഡിഗ്രി ഉള്ള നമ്മുടെ ലാറ്റിറ്റ്യൂഡ് ഇക്വേറ്റർ എന്ന് പറയുന്ന ഒരു ലൈനുണ്ട്. അതേപോലെ 0 ഡിഗ്രി ഉള്ള നമ്മുടെ മെറിഡിയനും ഉണ്ട്. അത് രണ്ടുമാണ് നമ്മുടെ. അപ്പോൾ ഇങ്ങനെ രണ്ട് ലൈൻ വന്നില്ലേ, ഇങ്ങനെ ഒരു ഇക്വേറ്ററും വന്നു, ഇങ്ങനെ ഒരു മെറിഡിയനും വന്നു. ഇക്വേറ്റർ അവിടെ അല്ല കേട്ടോ, 0 ഡിഗ്രി അവർ കാണിച്ചിരിക്കുന്നത് ഇവിടെയാണ്. 0 ഡിഗ്രിയുള്ള ഇക്വേറ്ററും വന്നു, 0 ഡിഗ്രിയുള്ള മെറിഡിയൻ ഓർ പ്രൈം മെറിഡിയനും വന്നു. അപ്പോൾ ഇവിടെ ഒരു ആക്സസ് സിസ്റ്റം ആയില്ലേ. ഇതിനാണ് നമ്മൾ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു പോയിൻ്റിൻ്റെ പൊസിഷൻ നമുക്ക് കണ്ടുപിടിക്കണം എർത്ത് സർഫസിലെങ്കിൽ ഈ ഒരു പോയിൻറ്റിൻ്റെ പൊസിഷനാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടതെങ്കിൽ അതിൻ്റെ പൊസിഷൻ നമ്മൾ എങ്ങനെയാണ് പറയാമെന്ന് വെച്ചാൽ പ്രൈം മെറിഡിയൻ എന്ന് ഇത്ര ഡിഗ്രീസ് ഈസ്റ്റ് ആൻഡ് ഇക്വേറ്ററിൽ നിന്ന് ഇത്ര ഡിഗ്രീസ് നോർത്ത്, അങ്ങനെയാണ് ആ ഒരു പൊസിഷൻ നമ്മൾ പറയുക. അപ്പോൾ പ്രൈം മെറിഡിയൻ നിന്ന് എത്ര ഡിഗ്രീസ് ആൻഡ് നമ്മുടെ ഇക്വേറ്ററിൽ നിന്ന് എത്ര ഡിഗ്രീസ്, അതിനാണ് നമ്മൾ ഒരു പോയിൻ്റിൻ്റെ പൊസിഷൻ എന്ന് പറയാം. അപ്പോൾ ഈ ഒരു പോയിൻ്റിൻ്റെ പൊസിഷൻ ഇവിടെ മാർക്ക് ചെയ്യുന്നത്, ഈ ഒരു പോയിൻ്റ് നമ്മുടെ പ്രൈം മെറിഡിയൻ നിന്ന് 50 ഡിഗ്രീസ് ഈസ്റ്റ് വേർഡ്സ് ആണ് ആൻഡ് 40 ഡിഗ്രീസ് നോർത്ത് വേർഡ്സ് ആണ്. അപ്പോൾ ഈ 50 ഡിഗ്രി ഈസ്റ്റ് വേർഡ്സ് എന്ന് പറയുന്ന ആ ഒരു കോർഡിനേറ്റ് നമ്മൾ ലോങ്ജിറ്റ്യൂഡ് എന്ന് പറയും. ആൻഡ് 40 ഡിഗ്രീസ് നോർത്ത് വേർഡ്സ് എന്ന് പറയുന്ന ആ ഒരു കോർഡിനേറ്റ് നമ്മൾ ലാറ്റിറ്റ്യൂഡ് എന്ന് പറയും.
അപ്പോൾ ഈ പൊസിഷൻ്റെ ഈ ഒരു പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ് നമ്മൾ എഴുതുകയാണെങ്കിൽ 50 ഡിഗ്രി ഈസ്റ്റ് 40 ഡിഗ്രി നോർത്ത് എന്നാണ് നമ്മളതിനെ റെപ്രസെൻ്റ് ചെയ്യുക. അതിൽ 50 ഡിഗ്രി ഈസ്റ്റ് എന്ന് പറയുന്നത് ലോങ്ജിറ്റ്യൂഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു, ആൻഡ് 40 ഡിഗ്രി നോർത്ത് എന്ന് പറയുന്നത് ലാറ്റിറ്റ്യൂഡിനെ റെപ്രസെൻ്റ് ചെയ്യുന്നു. ഇങ്ങനെ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഏതൊരു പോയിൻറ്റിൻ്റെയും പൊസിഷൻ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഡിഗ്രീസിലാണ്. ദാറ്റ് ഈസ് ഇറ്റ് ഈസ് ആംഗിൾ ഫ്രം ദി പ്രൈം മെറിഡിയൻ ആൻഡ് ആംഗിൾ ഫ്രം ദി ഇക്വേറ്റർ. അപ്പോൾ നമ്മൾ ഒരു പോയിൻറ്റിൻ്റെ പൊസിഷൻ, ഒരു പി എന്ന് പറയുന്ന പോയിൻറ്റിൻ്റെ പൊസിഷൻ നമ്മൾ XY കോർഡിനേറ്റ് സിസ്റ്റത്തിൽ X, Y എന്നാണ് പറയുക. പക്ഷേ ഈ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ പിയുടെ പൊസിഷൻ പി എന്ന് എഴുതിയിട്ട് നമ്മൾ ബ്രാക്കറ്റിൽ അതിൻ്റെ ലോങ്ജിറ്റ്യൂഡ് ലാറ്റിറ്റ്യൂഡ് എന്നാണ് എഴുതുക. ഇതാണ് ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റം. പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റം നിങ്ങൾക്ക് ഭയങ്കര ഫെമിലിയർ ആണ്. നിങ്ങൾക്ക് പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നിങ്ങൾ സാധാരണ വരയ്ക്കുന്ന XY കോർഡിനേറ്റ് സിസ്റ്റം. അതായത് നമ്മളിപ്പോൾ ലോങ്ജിറ്റ്യൂഡും ലാറ്റിറ്റ്യൂഡും പറഞ്ഞപ്പോൾ ഇറ്റ്സ് എ 3D റെപ്രസെൻറ്റേഷൻ അല്ലേ. നമ്മൾ ഇക്വേറ്ററും പ്രൈം മെറിഡിയനും കൂടെ ഒക്കെ ചേർന്ന് ഫോം ചെയ്യുന്ന ഒരു 3D കോർഡിനേറ്റ് സിസ്റ്റം ആണ് ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഇവിടെ പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഈ ഒരു പൊസിഷനെ നമ്മൾ 2Dയിലേക്ക് കൺവേർട്ട് ചെയ്യുകയാണെങ്കിൽ അതിനാണ് നമ്മൾ 2D റെപ്രസെൻറ്റേഷൻ എന്ന് പറയുന്നത്. അത് 2 ഡയമെൻഷണൽ റെപ്രസെൻറ്റേഷൻ. ഇതേപോലെ സ്പേസിലല്ല, നമ്മളൊരു പ്ലെയിനിലാണ് പൊസിഷൻ പറയുന്നത്. ആൻഡ് സച്ച് സിസ്റ്റം ഈസ് നോൺ ആസ് പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ പ്രൊജക്റ്റഡ് ആണ്. അതായത് ആ 3D സ്പേസിനെ നമ്മൾ 2Dയിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു. അതിനെയാണ് നമ്മൾ പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നോർമലി അറിയാവുന്നതാണ്. ഇറ്റ് വിൽ ഹാവ് എ X കോർഡിനേറ്റ് ആൻഡ് Y കോർഡിനേറ്റ്. ആൻഡ് നമ്മൾ ആ റെഫറൻസ് എന്താ, ഈ XY സിസ്റ്റത്തിൽ X ഈസ് ഈക്വൽ ടു 0 ആൻഡ് Y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു പോയിൻ്റാണ് നമ്മുടെ റെഫറൻസ് വരിക അല്ലേ. ഇവിടെ പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റത്തിൽ X ഈസ് ഈക്വൽ ടു 0 ആൻഡ് Y ഈസ് ഈക്വൽ ടു 0 എന്ന് പറയുന്ന ആ ഒരു കോർഡിനേറ്റ് ആണ് നമ്മുടെ ഇവിടെ റെഫറൻസ് ആയിട്ട് എടുക്കുക. അപ്പോൾ ഇവിടെ നമുക്ക് എർത്തിൻ്റെ സർഫസിൽ പറഞ്ഞതുപോലെ സ്പേസ് അല്ല, ഒരു ഫ്ലാറ്റ് സർഫസിലാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പോയിൻറ്റ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത്. അപ്പോൾ ഇതിന് 4 ക്വാഡ്രൻ്റ് ഉണ്ടാവും. ഒന്നാമത്തെ ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് പിന്നെ X ഗ്രേറ്റർ ദാൻ 0 Y ഗ്രേറ്റർ ദാൻ 0. രണ്ടാമത്തെ ക്വാഡ്രൻ്റ് എന്ന് പറയുന്നത് X ഗ്രേറ്റർ ദാൻ 0 ബട്ട് Y ലെസ് ദാൻ 0. പിന്നെ മൂന്നാമത്തെ ക്വാഡ്രൻറ്റിൽ രണ്ടും നെഗറ്റീവ് ഓർ ലെസ് ദാൻ 0 ആണ്. ആൻഡ് ഫോർത്ത് ക്വാഡ്രൻറ്റിൽ X ലെസ് ദാൻ 0 Y ഗ്രേറ്റർ ദാൻ 0. അങ്ങനെ 4 ക്വാഡ്രൻ്റായിട്ട് നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാം. ഇങ്ങനെ എക്സിൻ്റെയും വൈൻ്റെയും ടേംസിൽ നമ്മൾ ഒരു പോയിൻറ്റിനെ റെപ്രസെൻ്റ് ചെയ്യുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിനാണ് നമ്മൾ പ്രൊജക്റ്റഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഫെമിലിയർ ആണ്. പക്ഷേ ജോഗ്രഫിക് കോർഡിനേറ്റ് സിസ്റ്റം ഈസ് എ ന്യൂ കൺസെപ്റ്റ് ടു. ഓക്കെ, നൗ കമ്മിങ് ടു ദ മാപ്പ് പ്രൊജക്ഷൻസ്. മാപ്പ് പ്രൊജക്ഷൻ്റെ മെത്തേഡ്സിൽ നമ്മൾ മെത്തേഡ്സ് ഓഫ് കൺസ്ട്രക്ഷൻ ബേസ് ചെയ്തിട്ടുള്ള 2 ക്ലാസിഫിക്കേഷൻ, പെർസ്പെക്റ്റീവ് ആൻഡ് നോൺ പെർസ്പെക്റ്റീവ് ക്ലാസിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആൻഡ് ബേസ്ഡ് ഓൺ പൊസിഷൻ ഓഫ് ലൈറ്റ്, നോമോണിക്, ഓർത്തോഗ്രാഫിക് ആൻഡ് സ്റ്റീരിയോഗ്രാഫിക് പ്രൊജക്ഷൻസ് അതും നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നൗ നമുക്കിനി 2 ക്ലാസിഫിക്കേഷൻസ് ആണ് ബാക്കിയുള്ളത്, ബേസ്ഡ് ഓൺ ഡെവലപ്മെൻറ്റ് സർഫസ് ആൻഡ് ബേസ്ഡ് ഓൺ പ്രൊജക്ഷൻ പ്രോപ്പർട്ടീസ്. അപ്പോൾ ഇത് രണ്ടും പറയണമെങ്കിൽ നമുക്ക് ആ കൺസെപ്റ്റ് ഓഫ് ലാറ്റിറ്റ്യൂഡ് ആൻഡ് ലോങ്ജിറ്റ്യൂഡ് വേണം. ഓക്കെ, അപ്പോൾ ബേസ്ഡ് ഓൺ ഡെവലപ്മെൻറ്റ് സർഫസ് എങ്ങനെയൊക്കെയാണ് നമ്മൾ മാപ്പ് പ്രൊജക്ഷനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്. എന്താണ് ഈ ഡെവലപ്മെൻറ്റ് സർഫസ് എന്ന് പറഞ്ഞാൽ? ഇവിടെ നമ്മൾ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ, മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ, നമ്മൾ നാരങ്ങയുടെ സ്ക്യൂസ് ചെയ്യുന്ന കാര്യം, അതായത് ഒരു 3D സർഫസ് ഓഫ് എർത്തിനെ നമ്മൾ അടിച്ച് പരത്തി ഒരു 2D സർഫസ് ആക്കി കൺവേർട്ട് ചെയ്യുകയാണ്. അതിനെയാണ് നമ്മൾ മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ചെയ്യാൻ വേണ്ടി ഇവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന മെത്തേഡ് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ഗ്ലോബിൻ്റെ ചുറ്റും, ഗ്ലോബാണെന്ന് വിചാരിച്ചോ, കാരണം നിങ്ങൾ എർത്ത് എന്ന് പറയുമ്പോൾ അത്രയും ലാർജ് സ്കെയിൽ പേപ്പറൊക്കെ ഇമാജിൻ ചെയ്യേണ്ടി വരും. അങ്ങനെയല്ല, നമ്മൾ ഗ്ലോബാണെന്ന് വിചാരിക്കാം. ആ ഗ്ലോബിനെ ഒരു 3D സ്പേസ് ആണ് ഇല്ലേ. ആ 3D ഒബ്ജക്റ്റ് നമുക്ക് 2D ആക്കണം. അതിനു വേണ്ടി നമ്മൾ അതിന് ചുറ്റും ഒരു പേപ്പർ വെച്ചു. ദെൻ ട്രേസിങ് പേപ്പർ വെക്കുക, അല്ലെങ്കിൽ നമുക്ക് ഉള്ളിലൊരു ലൈറ്റ് വെച്ചിട്ട് അതിൻ്റെ ഷാഡോ ഇതിൻ്റെ മേലേക്ക് കാസ്റ്റ് ചെയ്യാം. അങ്ങനെ എന്ത് വേണമെങ്കിലും ചെയ്യാം. അപ്പോൾ നമ്മൾ ഗ്ലോബിൻ്റെ ചുറ്റും പേപ്പർ വെച്ചു. എന്നിട്ട് ആ പേപ്പറിലേക്ക് നമ്മൾ ഈ ലോങ്ജിറ്റ്യൂഡ്സും ലാറ്റിറ്റ്യൂഡ്സും ഒക്കെ വരച്ചെടുത്തു. എന്നിട്ട് ആ പേപ്പർ നമ്മൾ നിവർത്തുകയാണ്. അപ്പം നമുക്ക് എന്താ കിട്ടുക? ഈ ഗ്ലോബിൻ്റെ 2D റെപ്രസെൻറ്റേഷൻ ഇന്ന പേപ്പർ കിട്ടും ഇല്ലേ. അങ്ങനെ നമ്മൾ ഈ ഗ്ലോബിന് ചുറ്റും വെക്കുന്ന പേപ്പറിനെയാണ് നമ്മൾ ഡെവലപ്മെൻറ്റ് സർഫസ് എന്ന് പറയുന്നത്. പേപ്പർ എന്ന് പറയരുത്, നിങ്ങൾ പഠിച്ചിട്ട് ആ ടെക്നിക്കൽ ടേം തന്നെ യൂസ് ചെയ്യണം. ഡെവലപ്മെൻറ്റ് സർഫസ് ഈസ് എ സർഫസ് വിച്ച് ഈസ് ബൗണ്ട് അറൗണ്ട് ദി എർത്ത്
ടു ഗെറ്റ് ദ പ്രൊജക്ഷൻ. അപ്പോൾ അതിന് നമ്മൾ അൺവൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ സർഫസിൻ്റെ ഒരു 2D ഇമേജ് കിട്ടും. ഓക്കെ, അങ്ങനെ എർത്ത് സർഫസിന് ചുറ്റും നമ്മൾ ഇമാജിനറിലി പ്ലേസ് ചെയ്യുന്ന സർഫസിനാണ് ഡെവലപ്മെൻറ്റ് സർഫസ് എന്ന് പറയാം. അപ്പോൾ ഈ ഡെവലപ്മെൻറ്റ് സർഫസിൻ്റെ ബേസിൽ നമുക്ക് 3 ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻസ് ആണുള്ളത്. സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ, കോണിക് പ്രൊജക്ഷൻ, അസീമുത്തൽ ഓർ പ്ലെയിൻ പ്രൊജക്ഷൻ. അപ്പോൾ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വെക്കുന്ന പേപ്പർ ഓർ വെക്കുന്ന സർഫസ് സിലിണ്ട്രിക്കൽ ഷേപ്പിലാണ്, ആസ് ഷോൺ ഇൻ ദ ഫസ്റ്റ് ഫിഗർ. ആൻഡ് കോണിക്കൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ വെക്കുന്ന പേപ്പർ കോണിക്കൽ ഷേപ്പിലാണ്, ആസ് ഷോൺ ഇൻ ദ സെക്കൻഡ് ഫിഗർ. ആൻഡ് അസീമുത്തൽ ഓർ പ്ലെയിൻ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു പ്ലെയിൻ പേപ്പറാണ് നമ്മുടെ ഗ്ലോബിന് മേലെ വെക്കുന്നത്. അതാണ് തേർഡ് ഫിഗറിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ 3 പ്രൊജക്ഷൻ ടൈപ്പിലും നമ്മളെ പ്രൊജക്റ്റഡ് മാപ്പ് ഓർ പ്രൊജക്റ്റഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് ഷേപ്പ് ആയിരിക്കും. ഈ ലോങ്ജിറ്റ്യൂഡിനും ലാറ്റിറ്റ്യൂഡൊക്കെ ഡിഫറെൻറ്റ് ഷേപ്പ് ആയിരിക്കും. അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വാരിയിങ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ അതെങ്ങനെയാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അത് സിലിണ്ട്രിക്കൽ സർഫസ് ഓർ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ. സിലിണ്ട്രിക്കൽ പ്രൊജക്ഷനിൽ നമ്മൾ ഇതേപോലെ ഗ്ലോബിൻ്റെ ചുറ്റും, എർത്തിൻ്റെ ചുറ്റും ഒരു ഇമേജിനറി ഗ്ലോബ് എന്ന് പറയുന്നത്, ഗ്ലോബ് ഞാൻ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി മാത്രം പറയുന്നതാണ്. എർത്തിൻ്റെ ചുറ്റും നമ്മളൊരു പേപ്പർ ഇങ്ങനെ റൗണ്ട് ഷേപ്പിൽ കവർ ചെയ്ത് വെക്കുകയാണെന്ന് വിചാരിക്കാം, സിലിണ്ട്രിക്കൽ ഷേപ്പിൽ. അതിനെയാണ് നമ്മൾ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിൻ്റെ ഉള്ളൊരു ലൈറ്റ് കത്തിച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ മെറിഡിയൻസും പാരലൽസും ഒക്കെ അതിൻ്റെ ഷേഡോ നമ്മൾ ഈ പേപ്പറിലേക്ക് വരും അല്ലേ. നമ്മൾ ഗ്ലോബിൻ്റെ ഉള്ളൊരു ലൈറ്റ് കത്തിച്ച് വെച്ചേക്കാണെങ്കിൽ നമ്മുടെ ഈ പേപ്പറിലേക്ക് ഇതിൻ്റെ ഷാഡോ വരും. അതേപോലെ തന്നെ ട്രേസിങ് പേപ്പർ വേണമെങ്കിൽ നമുക്ക് ട്രേസിങ് പേപ്പർ യൂസ് ചെയ്തിട്ട് നമുക്ക് വരച്ചെടുക്കുകയും ചെയ്യാം. അങ്ങനെ ഒരു സിലിണ്ട്രിക്കൽ സർഫസ് വൗണ്ട് ചെയ്തിട്ട് നമ്മൾ ഉണ്ടാക്കുന്ന പ്രൊജക്ഷനെ ആണ് നമ്മൾ എന്ത് പറയുന്നത്, സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ആൻഡ് ഇതിൽ കുറേ പോയിൻറ്റ്സ് നിങ്ങൾ എഴുതാനുണ്ട്. അതായത് സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്ലോബിനെ ഒരു സിലിണ്ടർ വെച്ച് എൻക്ലോസ് ചെയ്യുകയാണ്. ആൻഡ് അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിനെ അൺറാപ്പ് ചെയ്യും. നമ്മൾ ഒരു സിലിണ്ട്രിക്കൽ സർഫസ് വെച്ച് നമ്മൾ നമ്മുടെ എർത്തിനെ എൻക്ലോസ് ചെയ്തു. എന്നിട്ട് നമ്മൾ മെറിഡിയൻസും പാരലൽസും ഒക്കെ വരച്ചെടുത്തതിന് ശേഷം നമ്മൾ ഈ പേപ്പർ അങ്ങ് അൺവൗണ്ട് ചെയ്തു. അതായത് നമ്മളതിനെ നിവർത്തിപ്പിടിച്ചാൽ നമുക്ക് ഈ ഗ്ലോബിൻ്റെ 2D റെപ്രസെൻറ്റേഷൻ കിട്ടും ഇല്ലേ. അതിനെയാണ് നമ്മൾ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. അങ്ങനെ ഈ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ ചെയ്താൽ നമ്മളെ പേപ്പറിൽ നമുക്ക് കിട്ടുന്ന ഈ ലോങ്ജിറ്റ്യൂഡിൻ്റെയും ലാറ്റിറ്റ്യൂഡ്സിനെയും കാണിക്കുന്ന ലൈൻസ് ഉണ്ടല്ലോ, എർത്തിൽ അത് കേർവ്ഡ് സർഫസ് ആയിരുന്നു അല്ലേ, ഒരു സർക്കിൾസ് ആയിരുന്നില്ലേ നമ്മൾ കണ്ടത്. ലാറ്റിറ്റ്യൂഡ്സും സർക്കിൾസാണ്, ലോങ്ജിറ്റ്യൂഡ്സും സർക്കിൾ എന്നല്ല, ഒരു എലിപ്സോയിഡൽ ഷേപ്പ് തന്നെയാണ് വരുന്നത്. അപ്പോൾ ആ ഒരു റൗണ്ട് ഷേപ്പ് മാറിയിട്ട് നമുക്ക് ഈ ഒരു സിലിണ്ട്രിക്കൽ പ്രൊജക്ഷൻ നമുക്ക് എന്താ കിട്ടുക, നമ്മളിങ്ങനെ വരച്ചിട്ട് അതിനെ നിർത്തി വെച്ചാൽ നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് അല്ലേ കിട്ടുക. സ്ട്രെയിറ്റ് ലൈൻസ്, ഹൊറിസോണ്ടൽ ലൈൻസും ഉണ്ടാവും, വെർട്ടിക്കൽ ലൈൻസും ഉണ്ടാവും ഇല്ലേ. അപ്പോൾ നമുക്ക് ഈ സിലിണ്ട്രിക്കൽ പ്രൊജക്ഷനിൽ കിട്ടുന്നത് സ്ട്രെയിറ്റ് മെറിഡിയൻസും പാരലൽസും ആയിരിക്കും. ആൻഡ് ഇത് എവിടെയാണ് നമ്മൾ മോസ്റ്റ് കോമൺലി യൂസ് ചെയ്യുന്നത്, ഇങ്ങനൊരു പ്രൊജക്ഷൻ യൂസ് ചെയ്താൽ നമ്മളിവിടെ നിങ്ങൾ ഒരു ഓറഞ്ച് കളറിൽ ഹൈലൈറ്റ് ചെയ്തൊരു ഭാഗം കാണുന്നില്ലേ, അത് ഇക്വേറ്ററിൻ്റെ അടുത്തുള്ള ഏരിയാസാണ്. ഇക്വേറ്ററിൻ്റെ അടുത്തുള്ള ഏരിയാസിനെ നമ്മൾ ട്രോപ്പിക്കൽ ഏരിയാസ് എന്നാണ് പറയുക. അപ്പം നമുക്ക് ഈ സിലിണ്ട്രിക്കൽ സർഫസ് വെച്ചിട്ട് ബെറ്ററായിട്ട് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റുന്ന ഏരിയ എന്ന് പറയുന്നത് ഈ ട്രോപ്പിക്കൽ ഏരിയ ആണ്. ഓക്കെ, ഇനി ഈ ഒരു പ്രൊജക്ഷനിൽ നമ്മൾ എലോങ് ദ ഇക്വേറ്റർ എന്ത് ഡിസ്റ്റൻസ് മെഷർ ചെയ്താലും ആൻഡ് എലോങ് ദ പ്രൈം മെറിഡിയൻ എന്ത് ഡിസ്റ്റൻസ് മെഷർ ചെയ്താലും അത് സ്കെയിലായിരിക്കും. അതായത് ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങളോട്, ഒരു ഓറഞ്ച് നാരങ്ങ നമ്മൾ സ്ക്യൂസ് ചെയ്ത് ചുമരിൻ്റെ മുകളിലേക്ക് അടിച്ച് പരത്തുമ്പോൾ അതിൻ്റെ പ്രോപ്പർട്ടീസിൽ ചേഞ്ച് വരും ഇല്ലേ. അതേപോലെ നമ്മൾ ഇങ്ങനെ ഒരു ഉരുണ്ടിരിക്കുന്ന ഗ്ലോബിനെ പരന്നിരിക്കുന്ന പേപ്പറിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഈ നമ്മുടെ ഇക്വേറ്റർ അല്ലെങ്കിൽ പാരലൽസ് തമ്മിലുള്ള ഡിസ്റ്റൻസിൽ മാറ്റം വരും, മെറിഡിയൻസ് തമ്മിലുള്ള ഡിസ്റ്റൻസിൽ മാറ്റം വരും, ഒരു പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസിൽ മാറ്റം വരും അല്ലേ. അത് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലുള്ള ഡിസ്റ്റൻസിലൊക്കെ മാറ്റം വരും. നമ്മളിങ്ങനെ ഒരു ഗ്ലോബിനെ അടിച്ച് പരത്തി അല്ലെങ്കിൽ ഇതേപോലെ സിലിണ്ടറിക്കൽ പ്രൊജക്ഷനൊക്കെ ചെയ്യുന്ന സമയത്തേക്ക് ആ ഒരു കൺവേർഷൻ കാരണം 3D നിന്ന് 2Dയിലേക്കുള്ള കൺവേർഷൻ കാരണം അവിടെ ചിലപ്പോൾ ഡിസ്റ്റൻസിലൊക്കെ മാറ്റം വരാം. ഇവിടെ സിലിണ്ടറിക്കൽ പ്രൊജക്ഷനിൽ നമ്മൾ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ നമ്മൾ വരച്ചെടുക്കുമ്പോൾ എല്ലാ ലാറ്റിറ്റ്യൂഡ്സും വരച്ചെടുക്കും.
എല്ലാ മെറിഡിയൻസും വരച്ചെടുക്കുക. അതിൽ നമ്മൾ ഇക്വേറ്റിലൂടെ എന്തെങ്കിലും ഒരു ഡിസ്റ്റൻസ് മെഷർ ചെയ്താൽ അത് ട്രൂ സ്കെയിലായിരിക്കും. അതേപോലെ മെറിഡിയൻസിലൂടെ എന്തെങ്കിലും ഡിസ്റ്റൻസ് മെഷർ ചെയ്താൽ അതും ട്രൂ സ്കെയിലായിരിക്കും. അത് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ്റെ ഒരു പ്രോപ്പർട്ടിയാണ്. ഓക്കെ, ഇതാണ് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ. നമ്മൾ ഗ്ലോബിനെ ഓർ എർത്തിനെ ഒരു സിലിണ്ടറിക്കൽ സർഫസ് വെച്ചിട്ട് കവർ ചെയ്ത് അതിൻ്റെ ലാറ്റിറ്റ്യൂഡ്സും പാരലൽസും ഒക്കെ ലാറ്റിറ്റ്യൂഡ്സും ലോങ്ങിറ്റ്യൂഡ്സും ഒക്കെ വരച്ചെടുത്തു. എന്നിട്ട് അതിലൊക്കെ നമ്മൾ ഓരോ നമ്മുടെ കോണ്ടിനൻസ് ഒക്കെ വരച്ചെടുത്തു. എന്നിട്ട് അതിനെ നമ്മൾ അൺറാപ്പ് ചെയ്തു. അൺറാപ്പ് ചെയ്താൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പോലത്തെ ഒരു ഫിഗറാണ് നമുക്ക് കിട്ടുക. അവിടെ ലാറ്റിറ്റ്യൂഡ്സും ലോങ്ങിറ്റ്യൂഡ്സും ഒക്കെ പാരലൽ ലൈൻസ് ആയിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഓക്കെ, ഇതാണ് സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ. കോണിക് പ്രൊജക്ഷൻ ആണ് നമ്മൾ പറയുന്നത്. കോണിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ പോലെ, പക്ഷേ അതിൻ്റെ സർഫസ് എന്താ, നമ്മൾ കവർ ചെയ്യുന്ന സർഫസ് ഈസ് കോണിക് സർഫസ് അല്ലേ. സിലിണ്ടറിക്കൽ ഷേപ്പിന് പകരം ഒരു കോണിക്കൽ ഷേപ്പുള്ള ഒരു പേപ്പർ വെച്ചിട്ടാണ് നമ്മൾ കവർ ചെയ്യുന്നതെന്ന് വിചാരിക്കാം. സച്ച് പ്രൊജക്ഷൻ ഈസ് നോൺ ആസ് കോണിക് പ്രൊജക്ഷൻ. അപ്പോൾ ഈ കോണിക് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതായത് ഒരു കോണിക് ഷേപ്പിലുള്ള ഒരു പേപ്പർ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു ഗ്ലോബിനെ നമ്മൾ കവർ ചെയ്യാണ്. എന്നിട്ട് ഇതിനെ അൺറാപ്പ് ചെയ്താൽ ഈ റൈറ്റ് സൈഡിൽ കാണുന്ന പോലത്തെ ഫിഗറാണ് ഉണ്ടാവുക. സിലിണ്ടറിക്കൽ സർഫസ് കാണിച്ചപ്പോൾ നമുക്ക് എന്തായിരുന്നു, നമുക്ക് സ്ട്രെയിറ്റ് ലൈൻസ് ആയിരുന്നു, പാരലൽസും മെറിഡിയൻസും ഒക്കെ സ്ട്രെയിറ്റ് ലൈൻസ് ആയിരുന്നു. പക്ഷേ ഇവിടെ നോക്ക്, ഇവിടെ അങ്ങനെയാണോ ഉള്ളത്? അല്ല, ഇവിടെ നമ്മുടെ ലാറ്റിറ്റ്യൂഡ്സൊക്കെ കോൺസെൻട്രിക് സർക്കിളായിട്ടാണ് കാണിക്കുന്നത് അല്ലേ. ലാറ്റിറ്റ്യൂഡ്സൊക്കെ കോൺസെൻട്രിക് സർക്കിളായിട്ടാണ് കാണിക്കുന്നത്. ആൻഡ് ലോങ്ങിറ്റ്യൂഡ്സ് ആർ ഷോൺ ആസ് റേഡിയേറ്റിംഗ് ഫ്രം എ സെൻറ്റർ ലൈൻ ഇല്ലേ. ഇങ്ങനെയല്ലേ ഇതിൽ കാണിക്കുന്നത്? ഞാൻ വരച്ച പോലെ അല്ല കേട്ടോ, കറക്റ്റായിട്ട് വരക്കണേ. അതാണ് ഇതിൻ്റെ പ്രത്യേകത. അപ്പോൾ നിങ്ങൾ ഈ പ്രൊജക്ഷനെ പറ്റി എഴുതുമ്പോൾ ഏത് സർഫസ് ആണ് നമ്മൾ യൂസ് ചെയ്തത്, സിലിണ്ടറിക്കൽ സർഫസ് ആണോ കോണിക്കൽ സർഫസ് ആണോ എന്ന് എഴുതുക. പിന്നെ അതിൽ ലോങ്ങിറ്റ്യൂഡിൻ്റെ ഷേപ്പ് എന്താണ്, സ്ട്രെയിറ്റ് ലൈൻസ് ആണോ, ലാറ്റിറ്റ്യൂഡിൻ്റെ ഷേപ്പ് എന്താണ്, സ്ട്രെയിറ്റ് ലൈൻസ് ആണോ അല്ലെങ്കിൽ കർവ്ഡ് ലൈൻസ് ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളാണ് എക്സാമിന് എഴുതേണ്ടത് കേട്ടോ. ഏതാണ് സർഫസ് ആൻഡ് ലാറ്റിറ്റ്യൂഡിന് എന്താണ് സംഭവിക്കുന്നത്, ആൻഡ് ലോങ്ങിറ്റ്യൂഡിന് എന്താ സംഭവിക്കുന്നത്, പിന്നെ എന്തെങ്കിലും കാര്യം അതിൽ പ്രിസർവ് ചെയ്യുന്നുണ്ടോ. ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ സിലിണ്ടറിക്കൽ പ്രൊജക്ഷൻ ആണെങ്കിൽ എലോങ് ദ ഇക്വേറ്ററും എലോങ് ദ പ്രൈം മെറിഡിയനുള്ള സ്കെയിൽ എന്ന് പറഞ്ഞാൽ ട്രൂ സ്കെയിലായിരിക്കും. അതേപോലെ എന്തെങ്കിലും ഒരു പ്രത്യേകത ഈ പ്രൊജക്ഷൻ ഉണ്ടോ എന്നുള്ളതും കൂടെ എഴുതി വെക്കണം കേട്ടോ. പിന്നെ ഫിഗർ വരക്കാൻ മറക്കരുത്. ഈ ഗ്ലോബിൻ്റെ ഫിഗറും വരക്കണം, ദെൻ അത് അൺവൗണ്ട് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും എന്നുള്ള ഫിഗറും കൂടെ വരക്കണം. അപ്പോൾ അതാണ് കോണിക് പ്രൊജക്ഷൻ. ഇവിടെ ഇവർ എഴുതിയിട്ടുണ്ട്. എന്താണ്, the meridians are mapped to equally spaced lines radiating out from the apex, and circles of latitudes are mapped to circular arcs centered on the apex. latitudes circular arcs ആയിട്ടും longitudes radiating lines ആയിട്ടാണ് നമുക്ക് മാപ്പ് ചെയ്ത് വരുന്നതെന്ന് പറയുന്നുണ്ട്. ആൻഡ് അത്രയാണ് നമുക്ക് ഈ കോണിക് പ്രൊജക്ഷനെ പറ്റി പറയാനുള്ളത്. കോണിക് പ്രൊജക്ഷൻ ഈസ് ഫാൻ ഷേപ്ഡ്. ആൻഡ് ഇതിൻ്റെ പർട്ടിക്കുലാരിറ്റി എന്താണ്, കോണിക് പ്രൊജക്ഷൻ ആർ അറ്റ് എ ട്രൂ സ്കെയിൽ അലോങ് എ സ്റ്റാൻഡേർഡ് പാരലൽ ബിറ്റ്വീൻ ദ ഇക്വേറ്റർ ആൻഡ് എ പോൾ. അതായത് ഒരു പർട്ടിക്കുലർ സ്റ്റാൻഡേർഡ് പാരലിൻ്റെ അലോങ് ഇതിൻ്റെ സ്കെയിൽ ട്രൂ സ്കെയിലായിരിക്കും. ഓക്കെ, ഇത് എവിടെയാണ് യൂസ് ചെയ്യുക നമുക്ക് നോക്കാം. ഇവർ ഹൈലൈറ്റ് ചെയ്ത പോയിൻ്റ് ഇതാണ്. നമ്മൾ ട്രോപ്പിക്കൽ ഏരിയ അല്ല, കുറച്ചുകൂടെ മിഡ് ലാറ്റിറ്റ്യൂഡ് സോൺസ് എന്നാണ് പറയുന്നത്. മിഡ് ലാറ്റിറ്റ്യൂഡ് സോൺസ് നമ്മൾ ഇക്വേറ്ററിൻ്റെ അടുത്തുള്ള സോൺസ് അല്ല, കുറച്ചുകൂടി മേലോട്ടേക്കുള്ള സോൺസൊക്കെ കറക്റ്റ്ലി മാപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ കോണിക് പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. അതിന് നമ്മൾ മിഡ് ലാറ്റിറ്റ്യൂഡ് സോൺ എന്നാണ് പറയുക. മിഡ് ലാറ്റിറ്റ്യൂഡ് സോണിനാണ് നമ്മൾ കോണിക് പ്രൊജക്ഷൻ യൂസ് ചെയ്യുക. അസീമുത്തൽ ഓർ പ്ലെയിൻ പ്രൊജക്ഷൻ. അസീമുത്തൽ ഓർ പ്ലെയിൻ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നമ്മൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ഏരിയ മാപ്പ് ചെയ്യാൻ, കറക്റ്റായിട്ട് മാപ്പ് ചെയ്യാൻ ആണ് നമ്മൾ ഈ ഒരു പ്രൊജക്ഷൻ യൂസ് ചെയ്യുന്നത്. ഇവിടെ നമ്മുടെ ഡെവലപ്മെൻറ്റ് സർഫസിൻ്റെ ഷേപ്പ് എന്താണ്, പ്ലെയിൻ ആണ്. സിലിണ്ടറിക്കലോ കോണിക്കലോ ഒന്നുമല്ല, ഡെവലപ്മെൻറ്റ് സർഫസിൻ്റെ ഷേപ്പ് പ്ലെയിൻ ആണ്. അപ്പോൾ ഏതൊരു പോയിൻറ്റിൻ്റെ എർത്ത് സർഫസിൽ ഏതെങ്കിലും ഒരു ഏരിയയാണ് നമുക്ക് പ്രൊജക്റ്റ് ചെയ്യേണ്ടതെങ്കിൽ ആ ഏരിയയിൽ കൊണ്ടുപോയി നമ്മൾ ഈ പ്ലെയിൻ സർഫസ് അവിടെ വെക്കും. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ പ്രൊജക്ഷൻ എടുക്കും. അതാണ് അസീമുത്തൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇതെങ്ങനെയാണ് ഇങ്ങനൊരു പ്രൊജക്ഷൻ്റെ അൺറാപ്ഡ് ഇമേജ് ഉണ്ടാവുക. ഇങ്ങനെയാണ് ഉണ്ടാവുക. നമ്മളിപ്പോൾ ഒരു പോൾസിലാണ് നമ്മൾ ഈ പ്ലെയിൻ കൊണ്ടുപോയി വെക്കുന്നതെന്ന് വിചാരിക്കുക.
അപ്പോൾ എങ്ങനെയാണ് ഇതാ ഈ റൈറ്റ് സൈഡ് ഫിഗറിൽ കാണുന്നത് പോലെ ലാറ്റിറ്റ്യൂഡ്സ് ഒക്കെ സർക്കിൾസ് ആയിരിക്കും, കോൺസെൻട്രിക് സർക്കിൾസ് ആയിരിക്കും ലാറ്റിറ്റ്യൂഡ്സ് ഒക്കെ. ആൻഡ് ലോങ്ജിറ്റ്യൂഡ്സ് ഒക്കെ റേഡിയേറ്റിംഗ് ലൈൻസ് ആയിരിക്കും വിച്ച് ആർ റേഡിയേറ്റിംഗ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദ പ്ലെയിൻ. ഓക്കെ, ഇങ്ങനെയാണ് പ്ലാനാർ പ്രൊജക്ഷനിൽ ഉണ്ടാവുക. ഓക്കെ, അപ്പോൾ ഇതിനെപ്പറ്റി എന്തൊക്കെ എഴുതും നിങ്ങൾ? ഒരു പ്ലെയിനാണ് നമ്മളിവിടെ ഡെവലപ്മെൻറ്റ് സർഫസ് ആയിട്ട് എഴുതുന്നത്. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് അസീമുത്തൽ പ്രൊജക്ഷൻ. ഓക്കെ, അതായത് ഇതിന് അസീമുത്തൽ പ്രൊജക്ഷൻ എന്ന് വിളിക്കാൻ കാരണം, അസീമുത്ത് എന്ന് പറഞ്ഞാൽ എന്താ, നിങ്ങൾ സർവേയിലൊക്കെ പഠിച്ചിട്ടുണ്ടാകും. ബിയറിങ്ങാണ് നമ്മൾ അസീമുത്ത് എന്ന് പറയുന്നത്. അത് ഡയറക്ഷനെയാണ്. അപ്പോൾ ഒരു പെർട്ടിക്കുലർ ഒരു ലൈനിൻ്റെ, ഒരു സർവേ ലൈനിൻ്റെ ബിയറിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു മെറിഡിയൻ ഉണ്ടാകും. ആ മെറിഡിയൻ എന്നുള്ള ആംഗിളിനാണ് നമ്മൾ ബിയറിംഗ് എന്ന് പറയുന്നത്. ബിയറിങ്ങിനാണ് നമ്മൾ വീണ്ടും അസീമുത്ത് എന്നും കൂടെ പറയുന്നത്. ഓക്കെ, അപ്പോൾ ഈ അസീമുത്ത് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഒരു പോയിൻറ്റിൻ്റെ ഡയറക്ഷൻ കാണിക്കുന്ന ഒരു വേർഡാണ്. അപ്പോൾ ഈ അസീമുത്തൽ പ്രൊജക്ഷനിൽ, ഒരു പ്ലെയിൻ പ്രൊജക്ഷനിൽ ഒരു ഒബ്ജക്റ്റിൻ്റെ ഡയറക്ഷൻ പ്രിസേർവ്ഡ് ആയിരിക്കും. ഏതെങ്കിലും ഒരു പോയിൻ്റിൽ നിന്ന് ഈ നമ്മൾ കൺസിഡർ ചെയ്ത പോയിന്റിലേക്കുള്ള ആംഗിൾ പ്രിസേർവ്ഡ് ആയിരിക്കും ഈ പ്ലാനാർ പ്രൊജക്ഷനിൽ. അതുകൊണ്ടാണ് നമ്മളിതിനെ അസീമുത്തൽ പ്രൊജക്ഷൻ എന്നും കൂടെ പറയുന്നത്. അപ്പോൾ യൂഷ്വലി ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ലൊക്കേഷൻ നമ്മൾ പ്രൊജക്റ്റ് ചെയ്യുമ്പോഴാണ് ഈ മെത്തഡ് യൂസ് ചെയ്യുക. മോസ്റ്റ് ഓഫൻലി ഇറ്റ് ഈസ് പോളാർ സോൺസ്. പോളാർ സോൺസിനെ നമുക്ക് പ്രത്യേകിച്ച് മാപ്പ് ചെയ്യണം. അങ്ങനെയാണെങ്കിലാണ് നമ്മൾ ഈ അസീമുത്തൽ പ്രൊജക്ഷനൊക്കെ യൂസ് ചെയ്യുക. ആൻഡ് ഇതിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് മെറിഡിയൻസ് എന്തായിരിക്കും? മെറിഡിയൻസ് ആർ റേഡിയേറ്റിംഗ് ലൈൻസ് ആൻഡ് പാരലൽസ് ഓർ ലാറ്റിറ്റ്യൂഡ്സ് ആർ കോൺസെൻട്രിക് സർക്കിൾസ്. നമ്മൾ കണ്ടതാണ്, ഈ ഫിഗറിൽ കണ്ടതാണ്. അപ്പോൾ ഇങ്ങനെയാണ് പ്ലാനാർ പ്രൊജക്ഷൻ ഉണ്ടാവുക. അപ്പോൾ ഇതാണ് 3 മെത്തഡ് ഓഫ് പ്രൊജക്ഷൻ ബേസ്ഡ് ഓൺ ഡെവലപ്മെൻറ്റൽ സർഫസ്. ഇനി നമുക്കുള്ളത് വേറെ ഒരു ക്ലാസിഫിക്കേഷനാണ് പ്രൊജക്ഷൻ്റെ. അത് ഞാൻ പറഞ്ഞു, നമ്മൾ മാപ്പ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു 3D സ്പേസിനെ 2D സ്പേസിലേക്ക് കൺവേർട്ട് ചെയ്യാണ്, ഓറഞ്ചിനെ സ്ക്യൂസ് ചെയ്യാണ് അല്ലേ. അപ്പോൾ ഒരു നമ്മുടെ ഗ്ലോബിൽ ഓരോ കോണ്ടിനെൻറ്റിനും ഓരോ ഷേപ്പ് ഉണ്ട്, ഓരോ കൺട്രിക്കും ഓരോ ഏരിയ ഉണ്ട്, ഓരോ പോയിൻറ്റിനും ഫ്രം അനദർ പോയിൻ്റ് ഒരു ഡിസ്റ്റൻസ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട്. അപ്പോൾ ഇങ്ങനൊരു 3D സ്പേസിൽ നിന്ന് 2D സ്പേസിലേക്ക് നമ്മൾ ഈ ഗ്ലോബിനെ പ്രൊജക്റ്റ് ചെയ്യുമ്പോൾ ഷേപ്പ് പ്രിസേർവ്ഡ് ആവണമെന്നില്ല, ഏരിയ പ്രിസേർവ്ഡ് ആവണമെന്നില്ല, ആൻഡ് ഡിസ്റ്റൻസ് പ്രിസേർവ്ഡ് ആവണമെന്നില്ല, ഡയറക്ഷൻ പ്രിസേർവ്ഡ് ആവണമെന്നില്ല. എന്ന് വെച്ചാൽ നമ്മൾ ഈ ഗ്ലോബിൽ കാണുന്ന 3D സ്പേസിൽ കാണുന്ന അതേ ഷേപ്പ് നമുക്ക് ചിലപ്പോൾ പ്രൊജക്ഷനിൽ കിട്ടിയെന്ന് വരില്ല, അതേ ഏരിയ നമുക്ക് പ്രൊജക്ഷനിൽ കിട്ടിയെന്ന് വരില്ല, അതേ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് നമുക്ക് കിട്ടിയെന്ന് വരില്ല, ആൻഡ് പർട്ടിക്കുലർ ഡയറക്ഷനിൽ പോലും ചേഞ്ച് ഉണ്ടാവാം. അപ്പോൾ ഇത്രയും കാര്യങ്ങളിൽ നമുക്ക് ഒരു പ്രൊജക്ഷൻ ചെയ്യുമ്പോൾ മാറ്റങ്ങളുണ്ടാവും. പക്ഷേ നമുക്ക് ഓപ്ഷൻസ് ഉണ്ട്. അതായത് നമ്മളൊരു പ്രൊജക്ഷൻ മെത്തേഡ് അഡോപ്റ്റ് ചെയ്യുകയാണ്, അതിൽ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി നമുക്ക് എന്ത് ചെയ്യാം, പ്രിസർവ് ചെയ്യാം. എന്ന് വെച്ചാൽ 3Dന്ന് 2Dയിലേക്ക് കൺവേർട്ട് ചെയ്യണമെങ്കിൽ ഏരിയ മാറാം, ഡിസ്റ്റൻസ് മാറാം, ഡയറക്ഷൻ മാറാം, പക്ഷേ ഷേപ്പ് വേണമെങ്കിൽ നമുക്ക് പ്രിസർവ് ചെയ്യാം. അതേപോലെ ഷേപ്പ് മാറാം, ഡിസ്റ്റൻസ് മാറാം, ഡയറക്ഷൻ മാറാം, പക്ഷേ ഏരിയ നമ്മുടെ സെയിം നമ്മൾ ഗ്ലോബിൽ കിട്ടുന്ന അതേ ഏരിയ തന്നെ വേണമെങ്കിൽ നമുക്ക് പ്രൊജക്റ്റഡ് സർഫസിലും പ്രിസർവ് ചെയ്യാം. അങ്ങനെ ഏതെങ്കിലും ഒരു പ്രോപ്പർട്ടി നമുക്ക് അവിടെ കീപ്പ് ചെയ്യുക എന്നുള്ളൊരു പ്രൊവിഷൻ മാപ്പ് പ്രൊജക്ഷനിലുണ്ട്. ഓക്കെ, അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് 4 ടൈപ്പ് ഓഫ് പ്രൊജക്ഷൻ ഉണ്ട്. വിച്ച് പ്രോപ്പർട്ടി ഈസ് മെയിൻറ്റെയിൻഡ് വൈൽ കൺവേർട്ടിംഗ് ദ 3D സ്പേസ് ഇൻറ്റു 2D സ്പേസ്. അതാണ് അടുത്ത ക്ലാസിഫിക്കേഷൻ. ദാറ്റ് ഈസ് കൺഫോർമൽ പ്രൊജക്ഷൻ, ഈക്വൽ ഏരിയ പ്രൊജക്ഷൻ, ഇക്വിഡിസ്റ്റൻറ്റ് പ്രൊജക്ഷൻ ആൻഡ് അസീമുത്തൽ പ്രൊജക്ഷൻ. അപ്പോൾ ഇത് നിങ്ങൾക്ക് പേരിൽ തന്നെ മനസ്സിലാവും. കൺഫോർമൽ എന്ന് പറഞ്ഞാൽ ഇവിടെ ഷേപ്സ് പ്രിസർവ് ചെയ്യാണ്. നമുക്കറിയാം ഗ്ലോബൽ ഇന്ത്യയുടെ ഷേപ്പ് നമുക്കറിയാം അല്ലേ. ആ ഷേപ്പ് അതേപോലെ നമ്മുടെ ഈ അറ്റ്ലസിൽ നമ്മൾ കാണുന്ന ആ വേൾഡ് അറ്റ്ലസിൽ പ്രിസർവ്ഡ് ആവുന്നുണ്ടെന്ന് വിചാരിക്കാം. ഇന്ത്യയുടെ ഗ്ലോബിലുള്ള അതേ ഷേപ്പ് നമ്മൾ 2Dയിലുള്ള അറ്റ്ലസിൽ പ്രിസർവ്ഡ് ആവുന്നുണ്ട്. ആൻഡ് സച്ച് പ്രൊജക്ഷൻസ് ആർ നോൺ ആസ് കൺഫോർമൽ പ്രൊജക്ഷൻ. ഒരു പർട്ടിക്കുലർ കൺട്രിയുടെ അല്ലെങ്കിൽ പർട്ടിക്കുലർ കോണ്ടിനെൻറ്റിൻ്റെ ഷേപ്പ് അതേപോലെ നമ്മൾ 2Dയിലും പ്രിസർവ്ഡ് ആവുന്നുണ്ടെങ്കിൽ അതിന് നമ്മൾ കൺഫോർമൽ പ്രൊജക്ഷൻ എന്ന് പറയും. 3Dയിലുള്ള സ്പേസിലുള്ള അതേ ഷേപ്പാണ് നമ്മൾ 2Dയിലേക്ക് കൺവേർട്ട് ചെയ്തപ്പോഴും ഒരു കോണ്ടിനെൻറ്റിന് അല്ലെങ്കിൽ ഒരു കൺട്രിക്ക്. അങ്ങനെയാണെങ്കിൽ അതിന് കൺഫോർമൽ പ്രൊജക്ഷൻ എന്ന് പറയും. ഇനി ഈക്വൽ ഏരിയ പ്രൊജക്ഷൻ എന്തായിരിക്കും? ഈക്വൽ ഏരിയ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ 3D സ്പേസിലുള്ള ഏരിയ അതേപോലെ തന്നെയായിരിക്കും നമ്മൾ 2D പ്രൊജക്ഷനിലുള്ള ഏരിയ. ദാറ്റ് ഈസ് നമുക്ക് ആക്ച്വലി നമ്മൾ ഗ്ലോബ് എടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ
എർത്ത് എടുക്കുകയാണ്, നമ്മൾ ഇന്ത്യയുടെ ഏരിയ മെഷർ ചെയ്തു. ആ സെയിം ഏരിയ നമ്മൾ ഈ ഗ്ലോബിനെ ഒരു 2Dയിലേക്ക് പ്രൊജക്റ്റ് ചെയ്തു, വേൾഡ് അറ്റ്ലസ് ഉണ്ടാക്കി. ആ അറ്റ്ലസിലും ഇന്ത്യയുടെ ഏരിയ നമ്മൾ 3D സ്പേസിലുള്ള അതേ ഏരിയ ആണെങ്കിൽ സച്ച് പ്രൊജക്ഷൻ ഈസ് നോൺ ആസ് ഈക്വൽ ഏരിയ പ്രൊജക്ഷൻ. എല്ലായ്പ്പോഴും ഇത് പോസിബിൾ ആവണമെന്നില്ല. നമുക്ക് 3D സ്പേസിൽ മെഷർ ചെയ്ത അതേ ഏരിയ നമ്മൾ 2Dയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ കിട്ടുന്ന സെയിം ഏരിയ 2 പ്രൊജക്ഷനിലും കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, അതിനെ ഈക്വൽ ഏരിയ പ്രൊജക്ഷൻ എന്ന് വിളിക്കാം. ഇനി ഇക്വി ഡിസ്റ്റൻറ്റ് പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിലേക്കുള്ള ഡിസ്റ്റൻസ് അത് എല്ലാ പ്രൊജക്ഷനിലും സെയിം ആയിരിക്കണം എന്നില്ല. ആക്ച്വൽ പ്രൊജക്ഷനേക്കാളും ചിലപ്പോൾ കുറഞ്ഞെന്ന് വരാം, ആക്ച്വൽ ഡിസ്റ്റൻസിനേക്കാളും കുറഞ്ഞെന്ന് വരാം, ആൻഡ് ആക്ച്വൽ ഡിസ്റ്റൻസിനേക്കാളും കൂടിയെന്ന് വരാം. അപ്പോൾ ഏത് ഒരു പ്രൊജക്ഷനിലാണ് ഈ ഒരു ഡിസ്റ്റൻസ് ഒറിജിനൽ ഡിസ്റ്റൻസിന് ഈക്വൽ ആവുന്നത്, സച്ച് പ്രൊജക്ഷൻ ഈസ് നോൺ ആസ് ഇക്വി ഡിസ്റ്റൻറ്റ് പ്രൊജക്ഷൻ. ഓക്കെ, നൗ അസീമുത്തൽ പ്രൊജക്ഷൻ നമ്മൾ പറഞ്ഞതാണ്. അസീമുത്തൽ പ്രൊജക്ഷൻ എന്താണ്? ഡയറക്ഷൻ പ്രിസർവ് ചെയ്യുന്ന പ്രൊജക്ഷനാണ് നമ്മൾ അസീമുത്തൽ പ്രൊജക്ഷൻ എന്ന് പറയാം. ഇതാണ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മാപ്പ് പ്രൊജക്ഷൻസ്. അപ്പോൾ നമ്മൾ എല്ലാ പ്രൊജക്ഷൻ ടൈപ്പും കവർ ചെയ്തു. ആൻഡ് ഇതിൽ മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രൊജക്ഷനും കൂടിയുണ്ട്, UTM ഓർ യൂണിവേഴ്സൽ ട്രാൻസ്വേഴ്സ് മെർക്കാറ്റർ പ്രൊജക്ഷൻ എന്നാണ് UTM പ്രൊജക്ഷൻ. അത് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡീറ്റെയിൽഡായിട്ട് നോക്കാം. അത് യൂണിവേഴ്സിറ്റി എക്സാമിന് അങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്, വാട്ട് ഈസ് UTM പ്രൊജക്ഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അത് കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള പോയിൻറ്റും കൂടെയാണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കാറുണ്ട്. വാട്ട് ഈസ് മാപ്പ് പ്രൊജക്ഷൻ ആൻഡ് വാട്ട് ആർ ദ ഡിഫറെൻറ്റ് മെത്തേഡ്സ് എന്ന് ചോദിക്കാറുണ്ട്. ഇപ്പോൾ essay ക്വസ്റ്റ്യൻ ആണ്, ആ ഒരു ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കുക.